നമസ്കാരം. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂതത്താൻകെട്ടിൽ ജലവിഭവ വകുപ്പ് വിഭാവനം ചെയ്ത ടൂറിസം വികസന പദ്ധതിയുടെ പ്രാഥമിക നടപടികളും വൈകുന്നു. മുൻപ് പ്രഖ്യാപിച്ച പദ്ധതികൾ പോലെ ജലവിഭവ വകുപ്പിന്റെ പദ്ധതിയും പാഴ് പ്രഖ്യാപനമെന്ന് ആക്ഷേപം. മാർ ബസേലിയോസ് ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം 100 ദിവസം പിന്നിടുന്നതോടെ ശക്തിപ്പെടുത്തുമെന്ന് സമരസഹായ സമിതി. 7-ാം തീയതി കോതമംഗലത്ത് വഴി തടയും. വാർത്തകൾ വിശദമായി. പൂതത്താൻകെട്ടിൽ ജലവിഭവ വകുപ്പിന്റെ കീഴിൽ നടത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ടൂറിസം വികസന പദ്ധതിയുടെ പ്രാഥമിക നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നു. മുൻപ് നടപ്പാക്കിയ പാഴ് പ്രഖ്യാപനങ്ങളുടെ ആവർത്തനമാണ് ജലവിഭവ വകുപ്പിന്റേതെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. പൂതത്താൻകെട്ടിൽ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ടൂറിസം വികസന പദ്ധതിയുടെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കൽ വൈകുകയാണ്. ഇതിന്റെ ചുമതലയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള സർവേ പോലും പൂർത്തിയാക്കിയിട്ടില്ല. ഈ മാസം ആദ്യം പൂതത്താൻകെട്ടിലെത്തിയ മന്ത്രി PJ ജോസഫ് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കോർപ്പറേഷൻ ചെയർമാൻ അനിൽകുമാറിനോട് നിർദ്ദേശിച്ചിരുന്നു. MLAയും ജനപ്രതിനിധികളുമായി എല്ലാം ചർച്ച ചെയ്ത് സമഗ്രമായ ഒരു പദ്ധതി ഉണ്ടാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി 1 മാസത്തിനുള്ളിൽ ഈ പ്ലാൻ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഴ മൂലം സർവേ നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇനിയും പ്രോജക്ട് റിപ്പോർട്ട് മന്ത്രിയുടെ മുന്നിലെത്താൻ കുറഞ്ഞത് 2 മാസമെങ്കിലും എടുക്കുമെന്നാണ് സൂചന. പൂതത്താൻകെട്ടിന്റെ ടൂറിസം വികസനത്തിന്റെ കാര്യത്തിൽ പതിറ്റാണ്ടുകളായി പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കലും സർവേകളും നടക്കുന്നതാണ്. K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 9 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂതത്താൻകെട്ടിനു വേണ്ടി തയ്യാറാക്കിയിരുന്നു. പിന്നീട് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി പൂതത്താൻകെട്ടിലെത്തിയും വികസന പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ടൂറിസം മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പൂതത്താൻകെട്ട് സന്ദർശിക്കുകയും പലതവണ വികസനം ഉറപ്പു നൽകുകയും ചെയ്തു. ഇപ്പോഴത്തെ ടൂറിസം മന്ത്രിയും സാംസ്കാരിക മന്ത്രിയുമെല്ലാം പൂതത്താൻകെട്ടിനു വേണ്ടി ഉടൻ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചതാണ്. ഇക്കാലം അത്രയും തയ്യാറാക്കപ്പെട്ട പ്രോജക്ട് റിപ്പോർട്ടുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് ഒരു വിവരവുമില്ല. കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട പ്രോജക്ട് റിപ്പോർട്ടുകൾക്കും അനുകൂലമായ നടപടികളുമില്ല. പൂതത്താൻകെട്ടിന്റെ വികസന കാര്യത്തിൽ ഇതുവരെ ടൂറിസം വകുപ്പാണ് മുൻകൈയെടുത്തതെങ്കിൽ ഇത്തവണ ജലവിഭവ വകുപ്പാണ് ചില നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏറെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനം മന്ത്രി PJ ജോസഫ് നടത്തുകയും ചെയ്തിരുന്നു. ആവശ്യമായ തുക കണ്ടെത്താനുള്ള പ്ലാൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്ലാൻ തയ്യാറാക്കുവാൻ ആവശ്യമായ തുക എങ്ങനെയും കണ്ടെത്താം. എന്നാൽ മുൻകാലങ്ങളിലേതുപോലെ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന സംശയമാണ് ഇപ്പോഴത്തെ മെല്ലെപ്പോക്ക് സമീപനം ഉയർത്തുന്നത്. കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ ഒരു വിഭാഗം നഴ്സുമാരുടെ സമരം 100 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ സമരസഹായ സമിതിയുടെ ഇടപെടൽ കൂടുതൽ ശക്തമാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2-ാം തീയതി ബഹുജന റാലിയും സമ്മേളനവും 7-ാം തീയതി വഴിതടയൽ സമരവും നടത്തുമെന്ന് ചെയർമാൻ ജോയി എബ്രഹാം അറിയിച്ചു. എന്നാൽ ഇനി അങ്ങോട്ട് അനുഭവ സത്യാഗ്രഹം ഉണ്ടാവും. അതോടൊപ്പം തന്നെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഒരു പിന്തുണ ആർജിച്ചുകൊണ്ട് 2-ാം തീയതി ഒരു വമ്പിച്ച പ്രതിഷേധ റാലിയും പ്രതിഷേധ സമ്മേളനവും നടത്തുകയാണ്. അത് ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ആരൊക്കെയാണ് ഈ സമരസഹായ സമിതിയുടെ ഏതൊക്കെ പ്രസ്ഥാനമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം സമർത്ഥരായിട്ടുള്ള സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ആ പ്രതിഷേധ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 7-ാം തീയതി 100 കണക്കിന് ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോതമംഗലം പട്ടണം അവിടെ വഴി തടയുകയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സമരം എന്നുള്ള നിലയ്ക്ക് ഈ സമരത്തിന്റെ തീഷ്ണത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും ജനങ്ങൾ ഞങ്ങളോട് സഹായിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. സമരവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് അസത്യപ്രചാരണം നടത്തുന്നുണ്ടെന്നും സമിതി ആരോപിച്ചു. കോതമംഗലത്തെ നഴ്സുമാരുടെ സമരം സമരചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാകും. നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും സമിതി വ്യക്തമാക്കി. അതുകൊണ്ട് വളരെ അടിവരയിട്ട് പറയുകയാണ്, ഞങ്ങൾ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് എഗ്രിമെന്റ് ചെയ്ത കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാതെ ഈ സമരത്തിൽ ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല. ഇപ്പോഴും സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, IN തന്നെയാണ്, സമരസഹായ സമിതിയല്ല. ആ വാക്ക് കൊണ്ട് തന്നെ
അർത്ഥപൂർണമാണ് ഞങ്ങളുടെ നിലപാടുകൾ. സമരത്തെ സഹായിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. അന്താരാഷ്ട്ര പ്രശസ്തനായ കരാട്ടെ പരിശീലകൻ വോങ് ടിയാങ് സെങ് കോതമംഗലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നൽകി. അദ്ദേഹത്തിന് സ്വീകരണവും നൽകി. സിംഗപ്പൂർ പൗരനായ വോങ് ടിയാങ് സെങ് ലോകം ചുറ്റി സഞ്ചരിച്ച് കരാട്ടയിലെ ഷിറ്റോ റിയു സ്റ്റൈലിന്റെ പ്രചാരണം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇന്ത്യയിലും എത്തിയത്. കോതമംഗലത്ത് 150ഓളം താരങ്ങൾക്ക് ടിയാങ് സെങ് പരിശീലനം നൽകി. മത്സര ഇനമായ കത്ത വിഭാഗത്തിലാണ് അദ്ദേഹം പരിശീലനം നൽകിയത്. വൈകുന്നേരം നടന്ന പൊതുസമ്മേളനത്തിൽ ടിയാങ് സെങ്ങിന് സ്വീകരണം നൽകി. MA കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം TU കുരുവിള MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നിയന്ത്രണം, ഒരു സ്വയം നിയന്ത്രിക്കുവാനുള്ള കരുത്ത് നമുക്ക് പകർന്നു കിട്ടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആത്മവിശ്വാസം, ഏത് കാര്യത്തെയും തരണം ചെയ്യുവാനുള്ള കരുത്ത് നമുക്കുണ്ട് എന്നുള്ള ആ ആത്മവിശ്വാസം. അതുകൊണ്ട് ഏത് കാര്യം വന്നാലും അത് നിയന്ത്രിക്കുവാൻ, ചഞ്ചലത്തില്ലാതെ നിയന്ത്രിക്കുവാൻ നമ്മളിൽ തന്നെ ഒരു നിയന്ത്രണ ശക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതൊരു മഹത്തായ കാര്യങ്ങൾ. മുനിസിപ്പൽ ചെയർമാൻ KP ബാബു, അഡ്വക്കേറ്റ് KE ജേക്കബ്, പ്രൊഫസർ BPM വർഗീസ്, ടോമി ചെറുകാട്ട്, ജോയി പോൾ എന്നിവർ പ്രസംഗിച്ചു. കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോതമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്കിലെ നിർധന വിഭാഗത്തിൽപ്പെട്ടവർക്കായാണ് സൗജന്യ ചികിത്സാ സഹായ പദ്ധതി ആരംഭിച്ചത്. അർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് കോതമംഗലത്ത് നടത്തി. ലയൺസ് ക്ലബിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. TU കുരുവിള MLA ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് ആ ദൗത്യം നിർവഹിക്കുന്ന ഒരു മഹാസത്യമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇതിലേക്ക് ഏതാണ്ട് 2000 പേരിനടുത്ത് രജിസ്റ്റർ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെ നല്ല വലിയ സന്തോഷമാണ്. ഇത് മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ സന്ദർഭങ്ങൾ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ള വിനീതമായ അപേക്ഷയുണ്ട്. കാര്യം ശകലം പാലിച്ച ഉത്തരവാദിത്വമാണെങ്കിൽ തന്നെ ഇതുപോലുള്ളതായ കർത്തവ്യങ്ങളാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആശുപത്രി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ മനു മാത്യു കാര്യപ്ര, സാജു പോൾ MLA, KP ബാബു, KE ജേക്കബ്, ഡോക്ടർ ബിനോയ് മത്തായി, PK സജീവ്, PV പൗലോസ്, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോസഫ്, അഡ്വക്കേറ്റ് PK പ്രസന്നൻ, PS ചന്ദ്രമോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. താലൂക്കിലെ 10 പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 2000ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ എന്നീ 3 വിഭാഗങ്ങളിലെ ഡോക്ടർമാരും രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവരിൽ അർഹതയുള്ളവരെ സൗജന്യ ചികിത്സാ സഹായ പദ്ധതി പ്രകാരം തുടർ ചികിത്സയ്ക്കായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. നെല്ലിക്കുഴി പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും നിരന്തരം മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയാണെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. വനിതാ മെമ്പർമാരുടെ ഭർത്താക്കന്മാർ അംഗൻവാടികളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തൃക്കാരിയൂരിൽ കൃഷിഭൂമി മണ്ണിട്ട് നികത്തുന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ തടഞ്ഞു. കോടതിയുടെ അനുമതിയോടെയാണ് മണ്ണടിച്ചത് എന്ന സ്ഥലമുടമ പോലീസിനെയും റവന്യൂ അധികൃതരെയും അറിയിച്ചു. തൃക്കാരിയൂരിന് സമീപം 40 സെന്റോളം ഭൂമിയിലാണ് മണ്ണടിച്ചിരുന്നത്. ഇതിനെതിരെ ചിലർ രംഗത്ത് വന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നാട്ടുകാരെത്തി മണ്ണടിക്കൽ തടയുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ പോലീസും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി.
വീട് നിർമ്മിക്കുന്നതിനായി ഈ സ്ഥലം മണ്ണിട്ട് നികത്താൻ ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്ന് ഉടമ VM സതീശൻ അധികൃതരെ അറിയിച്ചു. ഇതേ തുടർന്ന് നടപടിയെടുക്കാതെ അധികൃതർ പിൻവാങ്ങുകയും ചെയ്തു. അനധികൃതമായി മണ്ണിട്ട് നികത്തൽ അനുവദിക്കാനാവില്ലെന്ന് മെമ്പർ ശ്രീദേവി ബാബു നിലപാടെടുത്തു. ഇന്ന് ഞായറാഴ്ചയാണ്, ഹോളിഡേയാണ്. മണ്ണ് അടിക്കാൻ ആരും തന്നെ പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. കോടതിയുടെ ഓർഡർ ഉണ്ടെന്നാണ് പറയുന്നത് മണ്ണടിച്ച് ഉയർത്താൻ. ഈ കേരളത്തിലെ ഒരു സംസ്ഥാനത്ത് പോലും ഇല്ല മണ്ണടിക്കാൻ പാകത്തിന് ഒരു ഓർഡർ കൊടുക്കൽ. അത് ബന്ധപ്പെട്ട അധികൃതരുടെ ഒത്താശയോടുകൂടി മണ്ണടിക്കലാണ്. തൃക്കാരൂർ ഭാഗം മുഴുവൻ മണ്ണടിക്കാനുള്ള ആലോചനയിലാണ്. അത് എന്തായാലും ഒരു കാരണവശാലും ഇത് അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. നിയമപരമായിട്ടാണെങ്കിൽ ആയിക്കോട്ടെ. 5 സെന്റ് സ്ഥലം പോലും മണ്ണടിച്ച് വയ്ക്കാൻ പോലും ഇവിടെ ഒരു ഓർഡർ കൊടുക്കാത്ത സ്ഥലത്ത് ഈ 39.5 സെന്റ് സ്ഥലം മണ്ണടിക്കാൻ ഈ പ്രൊവിഷൻ ആരാണിത് കൊടുത്തതെന്ന് വ്യക്തമായി അന്വേഷിക്കണമെന്ന് ഞാനിത് ആവശ്യപ്പെടുകയാണ്. അല്ലാണ്ട് വ്യക്തിപരമായ യാതൊരു വൈരാഗ്യവും ഇതിലില്ല. 30 വർഷത്തിലേറെയായി നെൽകൃഷിയില്ലാത്ത സ്ഥലത്താണ് മണ്ണടിക്കുന്നതെന്ന് സതീശൻ വ്യക്തമാക്കി. കോടതിയുടെയും റവന്യൂ വകുപ്പിന്റെയും അനുമതി ലഭിച്ചിട്ടും മണ്ണടിക്കൽ തടയുന്നത് ചില സ്വകാര്യ താൽപര്യങ്ങളുടെ പേരിലാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പോലീസ് ആക്ട് പ്രകാരം ട്രാഫിക് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ഗതാഗത സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളും വിലയിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുവാനും എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാനും അധികാരമുള്ള സമിതിയാണിത്. വാഹനങ്ങളുടെയും വഴിയാത്രക്കാരുടെയും യാത്ര സുഗമമാക്കാൻ സമിതിക്ക് ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഗതാഗത ഉപദേശക സമിതി തീരുമാനങ്ങൾ എടുക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. നടപ്പാക്കാൻ അധികാരമില്ലാതിരുന്നതിനാൽ തീരുമാനങ്ങളെല്ലാം പാഴാകുകയായിരുന്നു. പോലീസ് ആക്ട് പ്രകാരമുള്ള ട്രാഫിക് ഇംപ്ലിമെന്റേഷൻ സമിതിക്ക് കൂടുതൽ അധികാരങ്ങൾ ഉപയോഗിക്കാമെന്നതിനാൽ ഫലപ്രദമായി പ്രവർത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോട്ടപ്പടി യൂണിറ്റിന്റെ കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബിനി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ചോളിക്കർ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ KM രാഘവൻ, ചെറുവട്ടൂർ നാരായണൻ, KM ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ബാലസംഘം അംഗങ്ങൾക്കായി ഏകദിന പഠന ക്യാമ്പ് നടത്തി. നിരവധി കുട്ടികൾ പങ്കെടുത്തു. ബാലസംഘം കോതമംഗലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുത്തൻകുഴി SNDP ഹാളിൽ നടന്ന ക്യാമ്പ് ബാലസംഘം ജില്ലാ കൺവീനർ PK സോമൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് രേഷ്മ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. PM മുഹമ്മദ് അലി, ബിജു P നായർ, PP മുരളീധരൻ, CPS ബാലൻ, KR ലേഖ, രാജമ്മ രഘു, C പത്മജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ ക്ലാസുകളും പാട്ടും കളികളും മാജിക് ഷോയും നടത്തി. കവളങ്ങാട് പഞ്ചായത്തിലെ വാളച്ചിറ മേഖലയിൽ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് 17ാം വാർഡ് ഗ്രാമസഭ ആവശ്യപ്പെട്ടു. മുൻപ് നൽകിയ പരാതികളെല്ലാം അവഗണിച്ചതിൽ യോഗം പ്രതിഷേധിച്ചു. വൈസ് പ്രസിഡന്റ് ടോളി പോളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പ്രസിഡന്റ് TK കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു. CB മാത്യു, അന്നക്കുട്ടി ജോസഫ്, റെജീന വർഗീസ്, ഷിബു പടപ്പറമ്പത്ത്, PK സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ ഇളമ്പ്ര ശാഖാ കുടുംബ സംഗമം ജില്ലാ വൈസ് പ്രസിഡന്റ് KK വിജയൻ ഉദ്ഘാടനം ചെയ്തു. KS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായി PA രാജേഷ് പ്രസിഡന്റ്, പ്രദീപ് സോമൻ, ലതാ രാജൻ വൈസ് പ്രസിഡന്റുമാർ, KS ശ്രീജാർ സെക്രട്ടറി, CS അഖിൽ, PN രഞ്ജിത്ത് ജോയിന്റ് സെക്രട്ടറിമാർ, PS സനീഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നെല്ലിക്കുഴി പഞ്ചായത്ത് 7ാം വാർഡിലെ കരിപ്പൻചിറ കാക്കുഴിച്ചാൽ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ വാഴനട്ട് പ്രതിഷേധിച്ചു. ജനവാസ മേഖലയിലേക്കും അംഗൻവാടിയിലേക്കുമുള്ള റോഡാണത്. റോഡ് നന്നാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യം അംഗീകരിക്കാത്തതിൽ നാട്ടുകാർ കടുത്ത രോക്ഷത്തിലാണ്. MR ബിനീഷിന്റെ നേതൃത്വത്തിലാണ് വാഴനട്ട് പ്രതിഷേധം അറിയിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂതത്താൻകിട്ടിൽ ജലവിഭവ വകുപ്പ് വിഭാവനം ചെയ്ത ടൂറിസം വികസന പദ്ധതിയുടെ പ്രാഥമിക നടപടികളും വൈകുന്നു. മുൻപ് പ്രഖ്യാപിച്ച പദ്ധതികൾ പോലെ ജലവിഭവ വകുപ്പിന്റെ പദ്ധതിയും പാഴ് പ്രഖ്യാപനമെന്ന് ആക്ഷേപം. മാർ ബസേലിയോസ് ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം 100 ദിവസം പിന്നിടുന്നതോടെ ശക്തിപ്പെടുത്തുമെന്ന് സമരസഹായ സമിതി. 7ാം തീയതി കോതമംഗലത്ത് വഴി തടയും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.